നമസ്കാരം. കാലാകാലങ്ങളായിട്ട് ഭരണപക്ഷങ്ങൾ തുടർച്ചയായി അവഗണിക്കുന്ന സമൂഹമാണ് ക്രിസ്ത്യൻ സമൂഹം. അതിന് വ്യക്തമായ കാരണമെന്നത് ക്രിസ്ത്യൻ സമൂഹം ഒരു വോട്ട് ബാങ്ക് അല്ല എന്ന ചിന്തയാണോ, അതോ എന്ത് ചെയ്താലും പ്രതികരിക്കില്ല എന്ന ചിന്തയാണോ എന്നറിഞ്ഞുകൂടാ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട വാർത്തയാണ് പെസഹ, ഈസ്റ്റർ തുടങ്ങിയ പ്രധാന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ചില പരീക്ഷകൾ നടത്തുവാനുള്ള സർക്കാരുകളുടെ തീരുമാനം. ഇത്തരം പ്രവണതകൾ ആദ്യമായല്ല, കഴിഞ്ഞ പല വർഷങ്ങളിലും ഇതേ രീതിയിലുള്ള പല ശ്രമങ്ങളും നടപടികളും ഉണ്ടായിരുന്നു എന്നതാണ് നമ്മൾ ഈ വിഷയത്തിൽ ഗൗരവമായി എടുക്കേണ്ട കാര്യം. എന്തുകൊണ്ടാകാം ഒരു സമൂഹത്തിന്റെ പ്രധാന ദിനങ്ങൾക്ക് വേണ്ട പരിഗണന കൊടുത്തുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന ഇത്തരം പരീക്ഷകളും പ്രവൃത്തികളും സൗകര്യപ്രദമായ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുവാൻ സർക്കാരുകൾ തയ്യാറാകുന്നത്? ഈ വിഷയമാണ് ഇന്നത്തെ 4 മണി ചർച്ചയിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളോടൊപ്പം കത്തോലിക്ക കോൺഗ്രസിൽ നിന്നും ഡോക്ടർ ജോസുകുട്ടി ഒഴികയിലും സാമൂഹിക നിരീക്ഷകൻ ഫാദർ റോബിൻ പടിഞ്ഞാറക്കുറ്റം ചേരുന്നു. നമുക്ക് ആദ്യമേ അച്ഛനിലേക്ക് തന്നെ പോകാമെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛൻ, നമുക്ക് കുറെ നാളുകളായിട്ട് നമ്മൾ നേരിടുന്ന ഈ ക്രിസ്ത്യൻ സമൂഹം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പല മേഖലയിൽ പല സാഹചര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള ഒരു അവഗണന. അവകാശപ്പെട്ട പല സംഭവങ്ങളും അനുവദിച്ച് കിട്ടാതെ വരുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ടീച്ചേഴ്സ് ഗിൽഡിന്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് കത്തോലിക്ക അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിശ്വാസികളെ എല്ലാം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില ദിവസങ്ങളാണ് അടുത്തു വരാൻ പോകുന്നത്. ഈസ്റ്റർ, ദുഃഖവെള്ളി, അതുപോലെ പെസഹ പോലുള്ള ദിവസങ്ങളൊക്കെ. ഇത്തരം ദിവസങ്ങൾ തന്നെ ഇതുപോലുള്ള ചില നീക്കങ്ങൾ നടത്താനായിട്ട് തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാകാം? എന്തായിരിക്കാം ഇതുപോലെ ഒരു അവഗണന ഈ ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ സർക്കാരുകൾ, അതിപ്പോ കേരളത്തിലെ സർക്കാരായാലും ശരി, കേന്ദ്രത്തിലെ സർക്കാരായാലും ശരി, എന്തുകൊണ്ടാകാം ഇതുപോലെ തുടർച്ചയായിട്ട് അവഗണിക്കുന്നതിനുള്ള കാരണം എന്തുകൊണ്ടാകാം? അച്ഛന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിന് പ്രതികരിക്കാനുള്ള ഒരു ആർജവത്വം ഇല്ല എന്നൊരു ധാരണ ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ്. ഇത്തവണ പെസഹ വ്യാഴാഴ്ചയും ഈസ്റ്റർ ദിനത്തിലും എൻട്രൻസ് പരീക്ഷകൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2026 കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടത് ഒരു ഞായറാഴ്ചയായിരുന്നു. അപ്പൊ ഈ ക്രിസ്ത്യൻ സമുദായത്തിന്റെ പ്രാധാന്യമുള്ള ദിവസങ്ങളുടെ പ്രാധാന്യം കുറച്ചു കൊണ്ടുവരുവാനുള്ള വളരെ സംഘടിതമായ ഒരു ശ്രമം രാജ്യത്ത് ആകമാനം നടക്കുന്നുണ്ട്. അത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും കേരളത്തിലായാലും ഒക്കെ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് പ്രതികരിക്കാനുള്ള ഒരു ആർജവത്വം, അതല്ലെങ്കിൽ ഇനി കൂടുതൽ പറയുമ്പോൾ അത് വർഗീയതയായിട്ട് മാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ആ രീതിയിലേക്ക് വ്യാഖ്യാനങ്ങളിലേക്ക് പോകുന്ന അവസ്ഥകളിലേക്ക് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വരുമ്പോ നിശബ്ദമാക്കി ഇരിക്കുമെന്നൊരു ധാരണയുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് ഇത് കൂടുതലൊന്നും ചെയ്യാനില്ല എന്നുള്ളത് കൊണ്ട്, ഒരു മൈക്രോ കമ്മ്യൂണിറ്റി ആയിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ധാരണയുണ്ട്. ഇന്നലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് വോട്ട് ബാങ്കിനെ കുറിച്ച് കേരളത്തിലെ ലത്തീൻ സഭയോട് പറയുന്നത് നമ്മൾ കേട്ടല്ലോ. വോട്ട് ബാങ്കിന്റെ കൈ വെച്ചാൽ മതി എന്ന് പറയുന്നത് നമ്മൾ കേട്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും എന്തും പറയാൻ കഴിയാവുന്ന ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ആർക്കും ചൂഷണം ചെയ്യാൻ കഴിയാവുന്ന ഒരു അവസ്ഥയിലേക്ക്, ചോദിക്കാനും പറയാനും ആരുമില്ല എന്നൊരവസ്ഥയിലേക്ക് ക്രിസ്ത്യൻ സമൂഹം മാറുന്നു, അല്ലെങ്കിൽ മാറ്റപ്പെട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ അത് മാത്രമാണ് ഇവര് വിലയിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് വിഷയം. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ ആണ് ഇതിനെ സംഭവിക്കുന്നത്. ഇനി ഈ പെസഹ അല്ലെങ്കിൽ ഈസ്റ്റർ അല്ലെങ്കിൽ ദുഃഖവെള്ളി ഈ ദിവസങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേവലമായ ഒരു അവധി ദിവസം മാത്രമല്ല, അത് ക്രിസ്ത്യാനിയുടെ ആത്മസത്തയുടെ ഭാഗം കൂടിയാണ്. കാരണം അത്രമാത്രം പ്രാധാന്യമുള്ള ദിവസങ്ങളാണ്. പെസഹ കാലത്ത് കുർബാന സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു നൂറ്റാണ്ടുകളുടെ ഒരു പാരമ്പര്യമുള്ള കാര്യമാണ്. ഈസ്റ്റർ ദിനത്തിലെ കുർബാന എന്ന് പറയുന്നത്, ഈസ്റ്റർ ദിനത്തിന്റെ ആ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ കേന്ദ്രബിന്ദുവായിട്ട് മാറുന്ന കാര്യമാണ്. അതുകൊണ്ട് എങ്ങനെയൊക്കെയുള്ള ദിവസങ്ങൾക്ക് പ്രാധാന്യം കുറഞ്ഞ് പതുക്കെ പതുക്കെ മറ്റു ദിനങ്ങൾ പോലെ ആക്കിയെടുക്കാൻ കഴിയുമ്പോൾ അതിന് ഉള്ളിലൊക്കെ കൃത്യമായി എന്തൊക്കെയോ അജണ്ടകൾ നടപ്പാക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇത് മറ്റേതെങ്കിലും സമുദായത്തിന്റെ ഇത്തരം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷ ദിവസത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഇത് വെക്കാനായിട്ടുള്ള ആ ആർജവത്വം ഈ സർക്കാരുകൾക്കുണ്ടോ? ഉണ്ടാവില്ല. കാരണം വെച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. പക്ഷെ ക്രിസ്ത്യാനികള് ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാതിരിക്കുന്നു എന്നുള്ളത് അതൊരു ബലഹീനതയുടെ അടയാളമൊന്നുമല്ല. മറിച്ച് നമ്മൾ പരമാവധി സംയമനം പാലിക്കുന്നവരാണ്, പരമാവധി എല്ലാത്തിനെയും സമഭാവനയോടെ കാണുന്നവരാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന ഇങ്ങനെയുള്ള കടന്നുകയറ്റങ്ങൾ അല്പം ഗൗരവമായിട്ട് തന്നെ കാണണം എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ പല സമൂഹങ്ങളുണ്ടാവും, പല വിശ്വാസികളുണ്ടാവും, പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും.
അപ്പോൾ ഒരു എക്സാം അല്ലെങ്കിൽ അതുപോലുള്ള പ്രധാനപ്പെട്ട ഒരു സംവിധാനം ഒരുക്കുമ്പോൾ അത് ശരിക്കും എല്ലാവർക്കും പറ്റുന്ന തരത്തിൽ എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ സൗകര്യപ്രദമായിട്ടുള്ള ഒരു സമയത്തോ അല്ലെങ്കിൽ ഒരു ദിവസത്തിലോ അറേഞ്ച് ചെയ്യുന്നതല്ലേ അതിന്റെ ഒരു ശരി എന്ന് പറയുന്നത്. കാരണം ഇത് എല്ലാവർക്കും അല്ലെങ്കിൽ ഒരു പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ സമൂഹത്തിനും ഒരുപോലെയുള്ള ഒരു സംവിധാനമാണല്ലോ. അല്ലാതെ ചില ആൾക്കാർക്ക് വേണ്ടി മാത്രം ഞായറാഴ്ച എന്ന് പറയുന്നത് പോലും നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഒരു പൊതു അവധി ദിനമായിട്ടാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഞായറാഴ്ച പോലും ഒഴിവാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇതിന് പിന്നിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഗൂഢലക്ഷ്യം നമുക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ എക്സാം മാത്രമല്ല, ഇപ്പം ഉദാഹരണത്തിന് എല്ലാ വർഷവും നടത്തപ്പെടുന്ന ബാർ കൗൺസിലിന്റെ എക്സാം ഉണ്ട്, ഓൾ ഇന്ത്യ ബാർ കൗൺസിലിന്റെ എയ്ബ് എക്സാം ഉണ്ട്. ഞായറാഴ്ചകൾ തന്നെ ഞായറാഴ്ചകളിലാണ് നടത്തപ്പെടുക. ഈ ചുമ്മാ ഒരു അവധി ദിവസം പോലെ മാത്രമായിട്ട് മാറ്റിയിട്ട് ഈ ഞായറാഴ്ചയുടെ പ്രാധാന്യം അങ്ങനെ ഇല്ലാതാക്കി കളയാനുള്ള വളരെ ഗൂഢമായിട്ടുള്ള ലക്ഷ്യം ഇതിനിടെ നടക്കുന്നുണ്ട്. ഇനി ഏതെങ്കിലും ഒരു അവസരം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഞായറാഴ്ച എന്നുള്ള പറയുന്ന ആ പൊതു അവധി എന്ന് പറയുന്ന ദർശനം പോലും ഇല്ലാതാകാം. വേറൊരു ദിവസത്തിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത പോലും നമുക്കുണ്ട്. കാരണം ഇതിനകത്തൊക്കെ ഒരു ആകസ്മികമായി സംഭവിച്ചു പോകുന്ന ഒരു ഡേറ്റ് അറേഞ്ച്മെന്റ് ഒന്നും അല്ല. ഒരു പരീക്ഷയുടെ ഡേറ്റ് അറേഞ്ച്മെന്റ് ചെയ്യുക എന്നുള്ളത് എന്താ പറയാ, വളരെ പെട്ടെന്ന് ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ലോ. തീർച്ചയായിട്ടും അതിനുള്ള ഒരുപാട് ഗൗരവമായ പഠനങ്ങൾ നടത്തി അതിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ടൊക്കെയാണ് പരീക്ഷയ്ക്ക് ഡേറ്റ് ഇടുക. ഏതെങ്കിലും ഒരു ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്ലാസ് പരീക്ഷയുടെ കാര്യത്തെ കുറിച്ചല്ല കേട്ടോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട എക്സാമുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ആലോചിച്ചെടുക്കുന്ന തീരുമാനമാണ്. അപ്പൊ അതിനകത്ത് ഈ അജണ്ടകൾ നടപ്പാക്കപ്പെടുന്നുണ്ടോ എന്നുള്ള സംശയമൊന്നുമില്ല. തീർച്ചയായിട്ടും ഡോക്ടർ ജോസൂട്ടി ഒഴികൽ ഇപ്പൊ നമുക്കറിയാം ക്രിസ്ത്യൻ സമൂഹം ഒരു അസംഘടിത അല്ലെങ്കിൽ ഒരു സംഘടിത ശക്തിയല്ല എന്ന വിലയിരുത്തലോ പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു വിമർശനം ഉയർന്നു വരാറുണ്ട്. അപ്പോൾ അതുപോലുള്ളൊരു വിലയിരുത്തൽ ഇതിനു പിന്നിൽ ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇപ്പൊ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും ക്രിസ്ത്യൻ സമൂഹം എന്ന് പറയുന്ന ഒരു മൈനോറിറ്റി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ ഒരു വോട്ട് ബാങ്ക് അല്ല എന്നുള്ള ഒരു നിഗമനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ എത്തുകയും അതുകൊണ്ട് തന്നെ ഇവരെ ഇപ്പോൾ എന്ത് കാണിച്ചാലും അല്ലെങ്കിൽ ഇവരെ പിണക്കിയാലും കുഴപ്പമില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്ന് നമുക്ക് അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ട് എന്ന് സംശയിക്കാൻ സാധിക്കുമോ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻസ് മൈനോറിറ്റി തന്നെയാണ്. 18% താഴെ ആണ് നമ്മുടെ ജനസംഖ്യ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഇപ്പോൾ തന്നെ ഒരു മൈനോറിറ്റി ആണ്. ദേശീയ തലത്തിൽ നമ്മൾ വളരെ ചെറിയ മൈനോറിറ്റി ആണ്. 2.5% അത്രയേ ഉള്ളൂ, 3% തികച്ചില്ല. ഇപ്പൊ മൈക്രോ മൈനോറിറ്റി എന്ന ലെവലിൽ പെടുന്നതാണ്. ഇത്രയും ചെറിയ മൈനോറിറ്റി ആണെങ്കിലും നമ്മൾക്കിടയിൽ വിവിധ വിഭാഗങ്ങളുണ്ട്. ക്രൈസ്തവർക്കിടയിൽ അത് കത്തോലിക്കരുണ്ട്, ഓർത്തഡോക്സുകാരുണ്ട്, പിന്നെ പ്രൊട്ടസ്റ്റന്റുകാരുണ്ട്, ബന്ധുക്കോസുകാർ തുടങ്ങി വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. ഈ വിഭാഗങ്ങൾക്കിടയിലുള്ള ഐക്യമില്ലായ്മ ഇതിൻ്റെ അകത്തെ ഒരു ഘടകമാണ്. ഇപ്പോ നമ്മള് വ്യത്യസ്ത മതങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും അവർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും പൊതുവായ വിഷയങ്ങളിൽ ഒന്നിച്ചു നിന്ന് ഒറ്റ തീരുമാനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സംവിധാനം വിവിധ മതങ്ങൾക്കുണ്ട്. പക്ഷെ ക്രൈസ്തവ മതത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അത് വളരെ ദുർബലമാണ്. ആ ദുർബലാവസ്ഥയിൽ എന്നുള്ളത് നമ്മുടെ അസംഘടിതാവസ്ഥയുടെ ഒരു ചിത്രമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു കാരണമാണ്. വോട്ട് ബാങ്ക് എന്ന് പറയുമ്പോൾ ജനസംഖ്യ 17% ഉള്ളെങ്കിലും ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു വോട്ട് ബാങ്ക് തന്നെയാണ്. ഇപ്പൊ സിഖുകാര് ഇന്ത്യയിൽ ആകെ മൊത്തം 1.7% ആണ്. ഇന്ത്യൻ ജനസംഖ്യയുടെ 1.7% ആണ് സിഖുകാര്. പക്ഷെ അവർ ഒന്നിച്ചു നിൽക്കുന്നു എന്നുകൊണ്ട് തന്നെ അവരൊരു വോട്ട് ബാങ്ക് ആണ്. പക്ഷെ ക്രൈസ്തവരല്ല. അത് ഒരു കാരണമാണ് വോട്ട് ബാങ്ക് അല്ല എന്നുള്ളത്. അതിലുപരി ഒരു ആന്റി ക്രിസ്ത്യൻ അപ്രോച്ച് നമ്മുടെ ഭരണതലത്തിൽ, കേന്ദ്ര ഭരണതലത്തിൽ പ്രത്യേകിച്ചും ഉണ്ടെന്ന് വിശ്വസിക്കത്തക്ക ന്യായങ്ങൾ നിരവധിയാണ്. കാരണം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും മതം അനുഷ്ഠിക്കുന്നതിനും ആ മതം പ്രാക്ടീസ് ചെയ്യുന്നതിനും അതിന്റെ സംഗതി അനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിനും അത് പ്രൊഫസ് ചെയ്യുന്നതിനും അത് നമുക്കത് പ്രഘോഷിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം തരുന്നുണ്ട് ആർട്ടിക്കിൾ 25. 26, 27, 28 ഈ മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് വ്യക്തിക്കും സമൂഹത്തിനും ഒക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇത്രയും സ്വാതന്ത്ര്യം നമ്മൾ നൽകുമ്പോൾ ശരിക്കും ക്രൈസ്തവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായ വിശുദ്ധ ദിവസങ്ങൾ ആ വിശുദ്ധ ദിവസങ്ങൾ ആചരിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ജനസംഖ്യയിൽ ന്യൂനപക്ഷമായതുകൊണ്ടും ശക്തമായ ഒരു സമ്മർദ്ദ ശക്തി ആകാൻ കഴിയാത്തതുകൊണ്ടും പാർലമെന്റിൽ പോലും നമ്മുടെ എംപിമാർ യഥാവിധി ഈ പ്രശ്നങ്ങളുടെ പേരിൽ ആവശ്യമായ ഫോഴ്സിൽ കാര്യങ്ങൾ ഉന്നയിക്കാത്തതുകൊണ്ടും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് പ്രശ്നം വരുന്നത്.
അതിൽ പോലും പലപ്പോഴും ഒരു പേടിയുണ്ട്. കാരണം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തന്നെ ക്രൈസ്തവരെ സപ്പോർട്ട് ചെയ്താൽ വേറെ ആരുടെയെങ്കിലും ഒക്കെ പിന്തുണ നഷ്ടപ്പെടുവോ എന്ന പേടിയും പലപ്പോഴും കാണാറുണ്ട്. EWS സംവരണത്തിന്റെ കാര്യത്തിൽ ക്രൈസ്തവ സമൂഹത്തോടുള്ള അത് വളരെ താല്പര്യപൂർവ്വം എടുത്തപ്പോൾ അത് വേറെ ചില വിഭാഗങ്ങൾക്ക് ഇഷ്ടമില്ലാതെ വരും എന്നതിന്റെ പേരിൽ അതിനെ തടയുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ 80-20 കേസിൽ, അതായത് ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളുടെ വിഹിതം 80:20 എന്നുള്ളത് മാറ്റി അത് ജനസംഖ്യാനുപാതികമാക്കണമെന്ന് കോടതി പറഞ്ഞപ്പോൾ അതിനെ അനുകൂലിക്കുവാനായിട്ട് നമ്മുടെ പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ വിമുഖത കാണിക്കുന്നത് നമ്മൾ കണ്ടാണ്. അപ്പൊ തീർച്ചയായും ഇതിനകത്തൊരു ക്രൈസ്തവ വിരുദ്ധ സമീപനം ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ വ്യാപകമായി അക്രമങ്ങൾ ഉണ്ടാകുന്നതും. നിയമപരമായ നടപടികൾ എടുക്കുന്നില്ല എന്ന് പറയുന്നില്ല, പക്ഷേ വ്യാപകമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നതും ആൾക്കൂട്ട ആക്രമണങ്ങൾ ഉണ്ടാകുന്നതും ജനക്കൂട്ടത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് നിയമപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നോക്കിയല്ല, ആൾക്കൂട്ടം എന്ത് പറയുന്നതനുസരിച്ച് നിയമവ്യവസ്ഥ വഴങ്ങാൻ തയ്യാറാകുന്നതും ഒക്കെ ഈ ഒരു വിവേചനത്തിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ്. നമ്മൾ അതിനെ ചെറുതായിട്ട് കണ്ടിട്ട് കാര്യമില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമാണ് ഒരു ക്രൈസ്തവ സമൂഹത്തിന് ഇന്ത്യയിൽ ഇനി മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പൊ നമ്മുടെ ടാക്ടിക്സുകളും അതുപോലെ തന്നെ നമ്മുടെ നയപരിപാടികളും ഒക്കെ നമ്മൾ ഇതനുസരിച്ച് മാറുകയും ഇത്തരം നിലപാടുകൾ എടുത്താൽ അതിനെ കൗണ്ടർ ചെയ്യാൻ തക്ക രീതിയിൽ രാഷ്ട്രീയ ഭരണ കേന്ദ്രങ്ങളിൽ നമ്മുടെ സാന്നിധ്യം ഉറപ്പാക്കാനുള്ള നടപടികളുമാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നമ്മുടെ സാന്നിധ്യം ഉണ്ടാവുകയും നമ്മുടെ നിലപാടുകൾ പറയാൻ ആൾക്കാർ ഉണ്ടാവുകയും ചെയ്താൽ തീർച്ചയായും വ്യത്യസ്തമായ സമീപനം ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതാണ് ഇതിനെ സംബന്ധിച്ച് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി പ്ലാനിങ്ങോടുകൂടി എങ്ങനെയാണ് ക്രൈസ്തവർക്ക് വരുന്ന നാളുകളിൽ നമ്മുടെ ധാരയ്ക്കകത്ത് കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച് പരിമിതികൾ ഒന്നുമില്ലാതെ വിശാലമായ അർത്ഥത്തിലുള്ള ഒരു ക്രൈസ്തവ കൂട്ടായ്മയുടെ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഇന്നലകളിൽ നിന്ന് വ്യത്യസ്തമായി മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. അതിന് ഒരു കാരണം കൂടി ഉണ്ട്. അതായത് മുൻകാലങ്ങളിൽ ഒരു വ്യത്യസ്ത സ്വരം വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷ സ്വരത്തിന് മാന്യത കൊടുക്കുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ആ വ്യത്യസ്ത സ്വരത്തിന് മാന്യത കൊടുക്കുക എന്നുള്ളത് ഒട്ടും നടക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഏക സ്വരം മതി എവിടെയും എന്ന രീതിയിലാണ് ഇപ്പൊ പലപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ വിഭാഗം ഉള്ളിടത്ത് മാത്രമാണ് വ്യത്യസ്ത സ്വരങ്ങൾക്ക് പ്രാതിനിധ്യമുള്ളൂ, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഒരു ബഹുസ്വര രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇപ്പൊ നമ്മൾ ഇനി ഇതിനകത്ത് നമുക്ക് ചെയ്യാവുന്ന മാത്രമേ ഇതേ ഉള്ളൂ. നമ്മൾ നിലപാടുകൾ കുറച്ചുകൂടെ പുനഃപരിശോധിച്ചുകൊണ്ട് കുറച്ചുകൂടെ ശക്തമാകാനായിട്ട് നമുക്ക് കഴിയണം. തീർച്ചയായിട്ടും കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധി എന്ന നിലയിൽ ഇപ്പൊ നമുക്കറിയാം കത്തോലിക്ക കോൺഗ്രസ് അടക്കമുള്ള പല സംഘടനകളും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധം അറിയിച്ചുകൊണ്ടും പല ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും രംഗത്ത് വന്നിരുന്നു. അപ്പോൾ കത്തോലിക്ക കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇനി എന്തൊക്കെ നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ പദ്ധതി ഉള്ളത്? എന്തായാലും എന്നാൽ ഈ കാര്യത്തെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് നമ്മൾ നിവേദനങ്ങൾ ഒരു നിവേദനം കൊടുത്തു കഴിഞ്ഞു. ബാക്കി കൂടുതൽ നിവേദനങ്ങൾ ഇനി ഉടൻ തന്നെ കൊടുക്കും. അതായത് കേന്ദ്ര സർക്കാരിന്റെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളിലേക്കും നമ്മൾ കോടതി വഴിയൊന്ന് പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചായിരുന്നു. പക്ഷെ ഇന്ന് ഒരു കോടതി വിധി വന്നിട്ടുണ്ട്, സുപ്രീം കോടതിയുടെ വിധിയാണത്. കൺവേർഷൻ ടു റിലീജിയൻ അതർ ഹിന്ദുയിസം, ബുദ്ധിസം ഓർ സിഖിസം റിസൾട്ട്സ് ഇൻ ലോസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് സ്റ്റാറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുമതം, ബുദ്ധമതം, സിഖ് മതം ഈ 3 മതങ്ങളിലേക്കല്ലാതെ വേറെ ഏതെങ്കിലും മതത്തിലേക്ക് കൺവേർട്ടഡ് ആയാൽ അവരുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെ ഷെഡ്യൂൾഡ് ട്രൈബ് സ്റ്റാറ്റസ് എന്നേക്കുമായി നഷ്ടപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതൊരു മതപരമായ വിവേചനം തന്നെയാണ്. ഭരണഘടനാ ബെഞ്ചിന്റെ മുമ്പിൽ വരേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിലും ഭരണ സംവിധാനത്തിനകത്തും മതവിവേചനം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ സുപ്രീം കോടതി വിധി മാർച്ച് 24 ഇന്ന് വന്നാണ്. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിന്റെ ഒരു വിധിയെ സാധൂകരിച്ചുകൊണ്ട് കൊടുത്തിട്ടുള്ള വിധിയാണ്. ഇതിനകത്ത് വളരെ കടുത്ത വാക്കിലാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് നോ പേഴ്സൺ ഹു പ്രൊഫസസ് എ റിലീജിയൻ അതർ ദാൻ ഹിന്ദുയിസം, സിഖിസം ഓർ ബുദ്ധിസം ക്യാൻ ബി റിഗാർഡഡ് ആസ് എ മെമ്പർ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർഷൻ ടു എനി അതർ റിലീജിയൻ റിസൾട്ട്സ് ഇൻ ഇമ്മീഡിയറ്റ് ആൻഡ് കംപ്ലീറ്റ് ലോസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് സ്റ്റാറ്റസ് എന്നാണ്. അതായത് എന്നേക്കുമായി പൂർണ്ണമായും ഷെഡ്യൂൾഡ് കാസ്റ്റ് സ്റ്റാറ്റസ് നഷ്ടപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും കടുത്ത വിധി എന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് പോലും നിരക്കാത്തതാണ്. അപ്പോ ഞാനിത് പറഞ്ഞത് കോടതികൾ പോലും ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തെ വ്യത്യസ്തമായ രീതിയിൽ കാണാൻ ശ്രമിക്കുന്നു. ഇത് ക്രൈസ്തവ സമൂഹത്തിലേക്കും ഇസ്ലാം സമൂഹത്തിലേക്കും കൺവേർട്ട് ചെയ്യപ്പെട്ടാലാണ് ഇത് നഷ്ടപ്പെടുന്നത്. പിന്നെ വേറെ മതമില്ലല്ലോ, ഈ 3, 4 അത്രയല്ലേ ഉള്ളൂ നമുക്കിവിടെ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതുണ്ട്. നമ്മൾ മുന്നോട്ട് വയ്ക്കും. നമ്മൾ ഓൾറെഡി ശക്തമായി ക്രിസ്ത്യാനികൾക്ക് മൈക്രോ മൈനോറിറ്റി സ്റ്റാറ്റസ് ഇന്ത്യയിൽ വേണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
ഈ മൈക്രോ മൈനോറിറ്റി സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ മാത്രമേ മൈനോറിറ്റികൾക്കകത്ത് പോലും നമുക്ക് നിലനിൽപ്പ് സാധ്യമാകുള്ളൂ. ഇല്ലെങ്കിൽ വലിയ ഞെരുക്കം നമ്മൾ ചുറ്റുപാടിൽ നിന്ന് നമ്മളിപ്പോൾ നേരിടുന്നുണ്ട്. ഈ ഞെരുക്കത്തെ അതിജീവിക്കണമെങ്കിൽ സംഘടന എന്ന നിലയ്ക്ക് കത്തോലിക്ക കോൺഗ്രസ് സജീവമായിട്ട് പോകും. അതുപോലെ വ്യത്യസ്ത സഭാ സമൂഹങ്ങളും ഈ തരത്തിൽ ഉള്ള ഒരു പൊതുധാരയിലേക്ക് വന്നുകൊണ്ട് ഒരു നീക്കം ദേശീയ തലത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ ഉയരണം. ദേശീയ തലത്തിൽ അത്തരത്തിലുള്ള ശബ്ദങ്ങൾ ഉയർത്താൻ ഉള്ള മാർഗം എന്താണെന്നാണ് കേരളത്തിലുള്ള കത്തോലിക്ക സമുദായത്തിൽപ്പെട്ട നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടത്. ഇതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. തീർച്ചയായിട്ടും വളരെ ശരിയാണ്. ഫാദർ റോബിൻ പടിഞ്ഞാറക്കുറ്റൻ, നമുക്കറിയാം നമ്മളെ സഭ ക്രിസ്തു ഒക്കെ പഠിപ്പിക്കുന്നത് സമാധാനത്തിന്റെ വഴിയെ നീങ്ങണമെന്നാണ്. ഒരു കരണം തടിക്കുന്നവനും മറുകരണം കൂടെ കാണിച്ചു കൊടുക്കണം എന്നാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രിസ്ത്യൻ സമൂഹം എങ്ങനെയാണ് ഇതുപോലുള്ള പ്രതിസന്ധികളെ നേരിടേണ്ടത്? കാരണം നമുക്കറിയാം നമ്മളും ഈ നാട്ടിലെ പൗരന്മാരാണ്. നമ്മുടെ കാരണവന്മാരും ഈ നാടിന് വേണ്ടി വേർപ്പും കഷ്ടപ്പാടും ഒക്കെ ഒഴുക്കിയവരാണ്. അവരുടെയൊക്കെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഇപ്പോൾ ഈ കാണുന്ന നാടും നാട്ടുകാരും ഒക്കെ എന്ന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അതിലൊരു അഭിമാനം കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പണ്ട് കാലത്തെ പല കാര്യങ്ങളും എടുത്തു നോക്കുകയാണെങ്കിലും വ്യക്തമായിട്ട് നമ്മുടെ കാരണവന്മാർക്ക് അതിൽ വ്യക്തമായ പങ്കുണ്ടായിരുന്നു എന്ന കാര്യം സത്യമാണ്. അത് ആരൊക്കെ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും നമുക്കത് മറക്കാൻ സാധിക്കാത്ത ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ശേഷം നമ്മുടെ മക്കൾക്കും അഭിമാനത്തോടു കൂടി തന്നെ ഈ മണ്ണിൽ ജീവിക്കേണ്ടതാണ്. അപ്പോൾ ക്രിസ്ത്യൻ സമൂഹം ഇത്തരം പ്രവണതകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഇതിനെതിരെ മുന്നോട്ട് വരേണ്ടത്? അച്ഛന്റെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? തീർച്ചയായിട്ടും ക്രൈസ്തവ സമൂഹം ഒരിക്കലും ഒരു സമാധാനം വിട്ടുള്ള ഒരു മാർഗത്തിലൂടെ ഒരു കാരണവശാലും പോയിട്ടില്ല, പോവുകയുമില്ല. അത് നമുക്ക് ഈ രാജ്യത്തിന് കൊടുക്കാൻ കഴിയുന്ന ഒരു വലിയ ഉറപ്പാണ്. പക്ഷെ നമുക്കിത് കൊടുക്കാൻ കഴിയുന്ന ഒരു ഉറപ്പ് വേറെ ആർക്കും തരാൻ പറ്റുമെന്നുള്ളതും വേറൊരു കാര്യമാണ്. കാരണം അത്രയും ഒരു ആധികാരികതയോടെ ക്രൈസ്തവ സമൂഹത്തിന് കൊടുക്കാൻ കഴിയുന്ന പോലെയുള്ള ഒരു ഉറപ്പ് ഒരിക്കലും ഒരു സമാധാനത്തിന്റെ മാർഗം വിട്ട് നീങ്ങിയല്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ നമുക്ക് നിലപാടുകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് ഉള്ളതില്ല. നമുക്ക് ഈ പ്രശ്നത്തെ ഇന്ന് പരിഹരിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എല്ലാ രീതിയിലും നമ്മുടെ സഭകൾ തമ്മിലും സഭാ സംവിധാനങ്ങൾ തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ഉണ്ടാകണം. നമുക്ക് ഒരുമിച്ച് ഒരു നിലപാടോടുകൂടെ മുൻപോട്ട് പോകാനായിട്ട് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഇനി പരിഹാരം ഉണ്ടാക്കാനായിട്ട് കഴിയുള്ളൂ. മുൻകാലങ്ങളെക്കാൾ വ്യത്യസ്തമായ രീതിയിൽ ക്രിസ്ത്യാനിറ്റിയും അതിന്റെ അന്തസ്സത്തെയും ചോദ്യം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോ വിവിധ സഭകള് ചില നിലപാടുകൾ വിശ്വാസത്തിൽ വ്യതിരിക്തമായിക്കോട്ടെ നിലപാടുകളുടെ കാര്യത്തിൽ സഭകൾ ഒരുമിക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. അതുപോലെ സഭാ മക്കളും ഇത്തരം ചില കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കണമെന്നുള്ളതാണ്. പലപ്പോഴും ഇത്തരം കാര്യങ്ങളുടെയൊക്കെ ഒരു ഗൗരവം സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യമല്ലേ. കാരണം ഇതിപ്പം പരീക്ഷ വിജയിക്കുന്നു അറിയുന്നു വളരെ കുറച്ച് പേര് ആൾക്കാരെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറുന്നു. ഒരു പരീക്ഷയുടെ വിഷയമല്ല, അതുപോലെ തന്നെ എന്ത് വിഷയമായാലും ഒരു ക്രൈസ്തവ സമുദായം എന്ന രീതിയിൽ നിലനിൽക്കാൻ നമ്മൾ നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുത നമ്മുടെ എല്ലാ ആളുകളിലേക്ക് എത്തപ്പെടേണ്ടതായിട്ടുണ്ട്. ഈ വർഷം സിറോ മലബാർ സഭ സഭാ ശാക്തീകരണ വർഷമായിട്ട് ആചരിക്കുന്നുണ്ട്. നമ്മുടെ ഇങ്ങനെയുള്ള വർഷാചരണങ്ങളൊക്കെ ഈ ക്രൈസ്തവ കൂട്ടായ്മയിലേക്ക് ക്രൈസ്തവ നിലപാടുകളിലേക്ക് നമുക്ക് എത്തപ്പെടുക എന്നുള്ളതാണ്. രണ്ടാമത്തെ മേഖല എന്ന് പറയുക രാഷ്ട്രീയപരമായ രീതിയിലുള്ള ഇടപെടലുകളെ കുറിച്ച് തന്നെയാണ്. കാരണം ഒരു ജനാധിപത്യ രാജ്യത്ത് പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ നമുക്ക് ആ സംവിധാനത്തെ സ്വാധീനിക്കാനായിട്ട് കഴിയില്ല. അത് രൂപതാ തലത്തിൽ മാത്രമല്ല സഭകൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു വേദി ഉണ്ടാകണം. അതായത് മറ്റെല്ലാ ചിന്തകളെക്കാൾ അപ്പുറത്തേക്ക് സഭകൾ ഒരുമിച്ച് നിൽക്കുകയും നമ്മുടെ നിലപാടുകൾ പറയുകയും അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള ആർജവത്വം നമുക്ക് ഉണ്ടാവുകയും ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് നമുക്ക് നമ്മുടെ കൂടുതൽ വരും, അല്ലെങ്കിൽ നമുക്കൊപ്പം വരും. നമ്മൾ ആരെയും മോശക്കാരാക്കാനോ ആരെയും തോപ്പിക്കാനോ ആരെയും ജയിപ്പിക്കാനോ ഒന്നുമല്ല. പക്ഷെ നമ്മുടെ നിലപാടുകൾക്ക് അവിടെ ഒരു വില ഉള്ളതാവുന്ന ഒരു അവസ്ഥ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെ ആ ഒരു നിലപാടിലേക്ക് പോകാനായിട്ട് കഴിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നമ്മളുടെ ഒരു നിലപാട് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് വേണ്ട ആരും പറയത്തില്ല. അതുപോലെ തന്നെ ഈ വിഷയം തന്നെ ഇപ്പൊ പോലും ഓർത്തു നോക്കുക, പാർലമെന്റിന് മുമ്പിൽ അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു കത്ത് എഴുതാനോ ആർജവത്വം കാണിച്ചിട്ടുള്ള എത്ര ജനപ്രതിനിധികൾ നമുക്ക് മുമ്പിൽ ഉണ്ടെന്ന് ഓർക്കുക. ഈ ഇലക്ഷൻ കാലത്ത് പോലും ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ ഒരു പ്രതിസന്ധിയെ ക്കെതിരെ പ്രതികരിക്കാനായിട്ട് ധൈര്യം കാണിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു കത്ത് എഴുതാനെങ്കിലും ധൈര്യം കാണിച്ചിരിക്കുന്ന എത്ര നേതാക്കന്മാര് എത്ര എം പിമാർ നമുക്കുണ്ടെന്നുള്ളതെന്ന് ചിന്തിച്ചു നോക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കണ്ടു പൗരത്വ ഭേദഗതിയുടെ കാലത്തൊക്കെ ഇവിടെ ഭയങ്കര ഒരുമിച്ചിരുന്ന് പ്രമേയം പാസ്സാക്കി നമ്മുടെ അയച്ച കാര്യമൊക്കെ നമ്മൾ കണ്ടു. ഇവിടെ പ്രമേയം പാസ്സാക്കുന്ന ആരെയും നമ്മൾ കാണുന്നില്ല. അപ്പൊ ഇതൊക്കെ മറ്റൊരു കാര്യം കൂടെ കൂട്ടിച്ചേർത്താൽ നല്ലതായിരിക്കും തോന്നുന്നു. അതായത്
നമുക്കറിയാം മറ്റ് പല സമുദായങ്ങളും പല വിശ്വാസി സമൂഹങ്ങളൊക്കെ നോക്കുവാണെങ്കിലും നമുക്ക് അവർക്കൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടി പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ അവർക്ക് പിന്തുണയ്ക്കുണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പം ഇസ്ലാമിക വിശ്വാസികൾ അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തെ നോക്കുകയാണെങ്കിൽ ലീഗ് അല്ലെങ്കിൽ അതുപോലുള്ള പല പാർട്ടികളും അവർക്ക് പിന്തുണയായിട്ടുണ്ട്. അതുപോലെ മറുവശത്ത് നോക്കുകയാണെങ്കിൽ BJPയുടെ പല കക്ഷികളും ഒരു ഹൈന്ദവ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ക്രിസ്ത്യൻ സമൂഹത്തിന് അതുപോലെ ഏതെങ്കിലും തരത്തിൽ ഒരു പാർട്ടി, ഒരു അടിത്തറ എന്ന് പറയാനോ അല്ലെങ്കിൽ ഒരു പാർട്ടി എന്ന് പറയാനോ, കൂടുതലും നമ്മൾ പണ്ട് കാലം തൊട്ട് ചായ്വ് കാണിക്കുന്നത് ഒരു കോൺഗ്രസ് അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്കൊക്കെ ആയിരിക്കാം. പക്ഷെ നമുക്ക് സ്വന്തം എന്ന് പറയാൻ ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഒരു നേതൃത്വമോ ഇതുവരെ പൊങ്ങി വന്നിട്ടില്ല എന്നതും അതിലൊരു സത്യമല്ല. ഇനി ഏതെങ്കിലും തരത്തിൽ ഇതുപോലെ മുന്നോട്ട് നമുക്ക് നിക്കക്കള്ളി ഇല്ലാതായി കഴിഞ്ഞാൽ അതുപോലെ ഏതെങ്കിലും ഒരു നീക്കം ഉണ്ടാകാനുള്ള സാധ്യത മുന്നോട്ട് കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതായത് ഒരു പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ് എന്ന് പറയും നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ BJP ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ മുഖം BJP ഏറ്റെടുത്ത് അല്ലെന്ന് എല്ലാ ഹിന്ദുക്കളും BJPക്കാരാണെന്ന് അർത്ഥമൊന്നുമില്ല. പക്ഷെ എങ്കിലും BJP അതിന്റെ ഒരു മുഖമായിട്ട് മാറുന്നുണ്ട്. മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെന്ന് അവര് പറയുന്നു, വേറെ ആർക്കും അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ നമുക്ക് ഉണ്ടായിരുന്നു, ഈ കേരള കോൺഗ്രസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കേരള കോൺഗ്രസിന്റെ എണ്ണം എത്ര ഉണ്ടെന്ന് മിക്കവാറും അത് ഡിക്ഷണറി തപ്പി കഴിഞ്ഞാൽ മാത്രമേ എത്ര കേരള കോൺഗ്രസ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഉള്ളവർ പോലും ആർജവത്വത്തോടു കൂടെ പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തപ്പെട്ടു കണ്ടു ഇരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഭിന്നിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. അതായത് കേരള കോൺഗ്രസുകളുടെ പോലും ഈ തകർത്തെറിഞ്ഞതില് ചില അജണ്ടകള് തീർച്ചയായിട്ടും ചരിത്രം പഠിക്കുന്ന ഏതൊരു ചരിത്ര വിദ്യാർത്ഥിക്കും അത് കാണാനായിട്ട് കഴിയും. അത് കേരള കോൺഗ്രസുകളുടെ ഈ 5-6 കഷ്ണമായിട്ട് കേരള കോൺഗ്രസുകാരെ ചെതറിച്ച് കളഞ്ഞതില് അത് 2-3 നേതാക്കന്മാർ തമ്മിലുണ്ടായ ഒരു വ്യക്തിപരാഗത്തിന്റെ പേരിലല്ല. അതിനകത്തൊക്കെ കളിക്കുന്ന നല്ല പ്ലെയേഴ്സ് ബാക്കിലുണ്ട്. ഇപ്പം കേരള കോൺഗ്രസുകള് ക്രിസ്ത്യാനികളുടെ ശബ്ദമായിട്ട് ഒരു കാലത്തുണ്ടായിരുന്നു, പ്രവർത്തിച്ചിട്ടുണ്ട്. അത് അംഗീകരിച്ചേ മതിയാവുള്ളൂ. പക്ഷേ ആ കേരള കോൺഗ്രസുകൾക്ക് ഇന്ന് അത് കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ അവിടെയും എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ക്രൈസ്തവർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന ഒരു കാര്യം ആവശ്യമാണോ എന്നുള്ളത് സഭാതലങ്ങൾക്ക് കൂടുതൽ ചർച്ചകൾ നടക്കട്ടെ. അല്ല എങ്കിൽ ഉള്ള രാഷ്ട്രീയ പാർട്ടികളും ഉള്ള നേതാക്കന്മാരും ഇപ്പോഴും സഭയ്ക്ക് ശക്തിയുള്ളത് കൊണ്ടൊക്കെ തന്നെയാണല്ലോ ഈ ഓരോ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ സമയങ്ങളിലൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികൾ മണിക്കൂറുകൾ വന്ന് കാവൽ നിൽക്കുകയും അല്ലെങ്കിൽ ചോദിക്കുകയും അതുപോലെ അഭിപ്രായങ്ങൾ ചോദിക്കുകയും നിലപാടുകൾ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നിലപാടുകൾ പറയാതിരുന്ന സമയങ്ങളിൽ നമ്മൾ തിരിച്ച് മറുപടി കൊടുക്കാനും നമുക്ക് പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രൈസ്തവർ സമൂഹത്തിൽ നിന്ന് പ്രതികരിക്കുന്നില്ല എന്ന് വിചാരിച്ച് തീരെ എന്തും ആകാത്തൊരവസ്ഥയൊന്നുമില്ല. അതായത് നമുക്കെതിരായി വന്നപ്പോഴൊക്കെ പ്രതികരിക്കാനുള്ള ആർജവത്വം കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് അല്പം കൂടി ഒന്ന് സിസ്റ്റമാറ്റിക് ആയി അല്പം കൂടി ഒന്ന് പ്ലാൻഡ് ആയി കഴിഞ്ഞാൽ ഈ പ്രതിസന്ധി നമുക്ക് അതിജീവിക്കാനായിട്ട് കഴിയും. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു പഠനം നമുക്ക് തീർച്ചയായിട്ടും സഭാതലത്തിൽ നടക്കേണ്ടതായിട്ടുണ്ട്. സഭാതലത്തില് സഭയോട് ചേർന്ന് നിൽക്കുന്ന ആത്മായ നേതാക്കന്മാരിലൂടെ AKCCക്ക് അതിനകത്ത് വലിയ റോൾ ഉള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഈ മൂവ്മെന്റുകളിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന നമ്മളുടെ ഒരു ആർജവത്വം തിരിച്ചു പിടിക്കാനായിട്ട് തീർച്ചയായിട്ടും കഴിയണം. ഒരു കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരുന്ന ഒരു സംഭവം നമുക്ക് നഷ്ടപ്പെട്ടു പോയതാണ്. ഇന്ന് നമുക്ക് പൊതുസമൂഹത്തില് സഭയ്ക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ആർജവത്വമുള്ള നേതാക്കന്മാരെ എടുത്തു കാണിക്കാൻ എണ്ണം തീരെയില്ല. ഇല്ലാന്ന് പറയുന്നില്ല, പക്ഷെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ക്രമീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ വിഷയത്തെ കേരളത്തിൽ തന്നെ നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിയും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു നിലപാടുകൾക്ക് കുറച്ചുകൂടി ഒരു തെളിമയുണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും വളരെ ശരിയാണ്. ഡോക്ടർ ജോസൂട്ടി ഒഴികിൽ, അതായത് നമുക്ക് അറിയാം, ഇപ്പം നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ്. അതായത് ഈ സർക്കാർ സർവീസുകളിലെ സ്ഥാപനങ്ങളിലൊക്കെ നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള ഒരു പങ്കാളിത്തം, യുവജനങ്ങളുടെ ഒരു പങ്കാളിത്തം കുറഞ്ഞു വരുന്നു എന്നുള്ള ഒരു അതുപോലുള്ള ഒരു സംസാരം നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. അതിനൊക്കെ ഇത്തരം അവഗണനകൾ ഒരു കാരണമാകുന്നതായിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അതുപോലെ ഇപ്പോൾ അച്ഛൻ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ആ ഇലക്ഷന് ഈ ഇത്തരം അവഗണനകൾ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ക്രിസ്ത്യൻ സമൂഹം നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങൾ അതെങ്ങനെ പ്രതിഫലിക്കാനാണ് സാധ്യത? എന്താണ് അങ്ങയുടെ ഒരു വിലയിരുത്തൽ? എനിക്ക് സംബന്ധിച്ച് പറയാനുള്ള 2 പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഗവൺമെന്റ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികളെ എല്ലാ തലങ്ങളിലും മത്സരക്ഷമതയുള്ളവരാക്കുവാനുള്ള ആ ഒരു ട്രെയിനിങ് നമ്മൾ കൊടുക്കണം. പ്രത്യേകിച്ച് സമൂഹത്തിലെ പൊതു പരീക്ഷകളിൽ എല്ലാത്തരം മത്സര പരീക്ഷകളിലും മത്സരിച്ച് നേടാൻ കഴിയുന്ന ആ തരത്തിലുള്ള ഒരു ട്രെയിനിങ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോഴുള്ളത് പലപ്പോഴും വലിയ മത്സരം നേരിടേണ്ടാത്ത മേഖലകളിലേക്ക് കടക്കാനാണ് നമുക്കിഷ്ടം. നേഴ്സിങ് വലിയ കോമ്പറ്റീഷൻ ഒന്നുമില്ല. നമ്മൾ തന്നെ സ്ഥാപനങ്ങളിലെ ജോലികൾ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോവുക, വലിയ മത്സരങ്ങളൊന്നുമില്ല, അവിടെ നമുക്ക് ചെന്നാൽ മതി. അതേ സമയത്ത് കേരളത്തിനകത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ മത്സര പരീക്ഷകൾ വേണം.
അപ്പൊ നമ്മൾ ഒന്നാമതേ ആളുകളെ നമ്മൾ മത്സരക്ഷമതയുള്ളവരാക്കണം, കൂടുതൽ മത്സരക്ഷമതയുള്ളവരാക്കണം. രാജ്യത്തിനകത്തുള്ള സാധ്യതകൾ പരമാവധി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ക്ഷമതയും അതിനുള്ള പരിശീലനങ്ങളും കൊടുക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വിസിബിലിറ്റി നമ്മൾ കൂട്ടണം, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ഒരു ഹൊറൈസണിൽ. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും നമ്മുടെ ആളുകൾ ഉണ്ടാകണം എന്നുള്ളത് നമ്മളുടെ ഒരു നിലപാടാവുകയും നമ്മുടെ ഇടയിൽ നിന്ന് ചെറിയ ക്ലാസ്സുകളിൽ തന്നെ നേതൃത്വപാഠവും കാണിക്കുന്നവരെ രാഷ്ട്രീയ പ്രവർത്തന മേഖലകളിലേക്ക് സാവധാനം നമ്മൾ കടത്തിവിടുകയും അങ്ങനെ കടന്നു പോകുന്നവർക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടോടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അതിന്റെ ഇമ്പാക്റ്റ്, അതിന്റെ ഗുണം നമുക്ക് എടുക്കാനായിട്ട് കഴിയും. അങ്ങനെ അത് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? മത്സരത്തിന്റെ സാധ്യതകളെ അവഗണിച്ചുകൊണ്ട് മറ്റ് മേഖലകളിലേക്ക് കടന്നു പോകാനായിട്ട് ആൾക്കാർ ശ്രമിക്കും. അതാണ് വിദേശത്തേക്ക് പോവുക, നേഴ്സിംഗ് പാസ്സായി എവിടെയെങ്കിലും ഒരു ആശുപത്രി പോയി ജോലി ചെയ്യുക, വലിയ മത്സരങ്ങളൊന്നും ഇല്ല, അത്യാവശ്യം പൈസയും കിട്ടും, ആ രീതിയിലുള്ള ആ ഒരു ഇതിലേക്ക് പോകുന്നത്. ഇപ്പൊ PSC വഴിയുള്ള പരീക്ഷകള്, കേന്ദ്ര സർക്കാരിന്റെ വിവിധ ടെസ്റ്റുകള്, ഇന്ത്യയിലെ തന്നെ വിവിധ സ്ഥാപനങ്ങൾ, റെയിൽവേ ഉൾപ്പെടെയുള്ള വലിയ ഏജൻസികൾ നടത്തുന്ന മത്സര പരീക്ഷകൾ, ഇതെല്ലാം നമ്മുടെ കുട്ടികൾ നല്ലതുപോലെ മത്സരിച്ചിട്ടുണ്ട്. സിവിൽ സർവീസ് പരീക്ഷ ഇത്തവണത്തിൽ സാധാരണഗതിയിൽ ആദ്യത്തെ 100-നകത്ത് ഏതാനും ആളുകൾ ഉണ്ടാകുന്നതാണ്. ഇത്തവണ ആരുമില്ല എന്നൊരവസ്ഥയുണ്ട്. നമ്മളൊക്കെ ഇതെല്ലാം വിമർശന ബുദ്ധിയോടുകൂടിയും എന്നാൽ നമ്മൾ പ്രോ ആക്റ്റീവായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള പ്ലാനിങ്ങോട് കൂടിയും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളുള്ളൂ. അതാ ഞാൻ പറഞ്ഞ നമ്മുടെ വിസിബിലിറ്റി, എവിടെയും നമ്മുടെ സാന്നിധ്യം നമ്മൾ കൂട്ടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള വളരെ ബുദ്ധിപരമായ, വളരെ നയപരമായ പ്രവർത്തനമാണ് നമ്മുടെ നേതൃത്വ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. അതിനുള്ള ശ്രമങ്ങൾ കത്തോലിക്ക കോൺഗ്രസിൻ്റെതായ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളൊരു ഗ്ലോബൽ ഒരു ജോബ് പോർട്ടൽ നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ബിസിനസ് മേഖലയിലുള്ള ആൾക്കാരെ എല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ്, ബിസിനസ് നെറ്റ്വർക്കിങ്ങിന്റെ വർക്കുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി ഒരു പോർട്ടൽ നമ്മൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. അതിന്റെ പ്രവർത്തനത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അത് നമ്മൾ കുറെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ജോബ് പോർട്ടലിനകത്ത് cc-global-careers.com നല്ലപോലെ ആൾക്കാർ സന്ദർശിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആളുകളെക്കാൾ കൂടുതൽ മറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ് സന്ദർശിക്കുന്നുള്ളതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ആളുകളിൽ കുറച്ചുകൂടെ വരണം അതിൻ്റെ അകത്തേക്ക്. അപ്പൊ ആ രീതിയിലുള്ള നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ കോളേജുകളെ കണക്ട് ചെയ്തുകൊണ്ടിട്ട് ഓരോ കോളേജുകളിലും ലഭ്യമായിട്ടുള്ള സ്കോളർഷിപ്പുകളും അതിന്റെ എല്ലാം കൂടെ ഒരു ഡേറ്റ വെച്ചുകൊണ്ടിട്ട് ഹയർ എഡ്യൂക്കേഷൻ കേരളത്തിൽ തന്നെ നടത്താനായിട്ട് കുട്ടികളെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. നമ്മൾ കത്തോലിക്ക കോൺഗ്രസ് അതിൻ്റെതായ ഫ്രെയിംവർക്കിനകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് തീർച്ചയായും. പക്ഷെ അതിന് കുറച്ചുകൂടെ വലിയ ലെവലിലുള്ള ഒരു സപ്പോർട്ടും നമ്മുടെ ഈ സിസ്റ്റം മൊത്തത്തിൽ, ക്രൈസ്തവ സംവിധാനങ്ങൾ മൊത്തത്തിൽ ഇത്തരത്തിലുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യവുമാണ് ഇനിയിപ്പോ ഇന്ത്യയിൽ ആവശ്യമായിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തത്തിൽ ആവശ്യമായിരിക്കുന്നത്. അതിനെ കുറിച്ച് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇതൊന്നും ആരുടെയും അവകാശങ്ങൾ തട്ടിപ്പറിച്ചെടുക്കുവാനോ അല്ലെങ്കിൽ ഏതൊരു സമൂഹത്തെയും നശിപ്പിക്കാനോ അല്ല, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം തന്നെയാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ഏതായാലും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഏതായാലും ഭരണം ലഭിച്ചു കഴിഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന ആവേശമൊന്നും കാണിക്കാറില്ല എന്നത് പച്ചയായ യാഥാർത്ഥ്യം തന്നെയാണ്. എങ്കിലും എല്ലാ രാഷ്ട്രീയക്കാരും ഓർക്കേണ്ട ഒന്നുണ്ട്, തെരഞ്ഞെടുപ്പുകൾ ഇനിയും വരും. നിങ്ങൾ അവഗണിക്കുന്ന സമൂഹങ്ങൾക്ക് നിങ്ങളെ ജയിപ്പിക്കുവാൻ സാധിച്ചില്ല എങ്കിലും ചിലപ്പോൾ തോൽപ്പിക്കുവാൻ സാധിച്ചേക്കും. അതുകൊണ്ട് രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രം മുന്നിൽ കാണാതെ എല്ലാ പൗരന്മാരെയും അഭിമാനത്തോടെ നമ്മുടെ നാട്ടിൽ, നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ ഇന്ത്യയിൽ ഒന്നിച്ച് പരസ്പര സഹകരണത്തോടെ ജീവിക്കുവാൻ പ്രാപ്തരാക്കുക എന്ന നിങ്ങളുടെ ദൗത്യം സത്യസന്ധമായി തന്നെ നിറവേറ്റുക. അവിടെ മതം ഏതായാലും വിശ്വാസം ഏതായാലും സമൂഹം ഏതായാലും എല്ലാ ഇന്ത്യൻ പൗരന്മാരെയും ഒരുപോലെ പരിഗണിക്കുവാൻ, അവരുടെ വിശ്വാസങ്ങളെ ഒരുപോലെ വിലമതിക്കുവാൻ നമ്മുടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനങ്ങളുടെ പ്രതിനിധികൾക്ക് സാധിക്കട്ടെ. ഞാൻ ജോയ്സ് മാത്യു. ഇന്നത്തെ ഷിഖിന ന്യൂസ് 4 മണി ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കുചേർന്ന അതിഥികൾക്കും പ്രിയ പ്രേക്ഷകർക്കും നന്ദി.